ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഞങ്ങൾ ഇന്ന് അടുത്തൊരു ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഗെസ് ദ മൂവി ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം കുറച്ച് വേർഡ്സ് ഉണ്ടാവും, മീൻസ് ഡയലോഗ്സ് ഉണ്ടാവും. ഡയലോഗ്സ് കണ്ടിട്ട് ഞങ്ങൾ ആ മൂവിനെ റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ പാട്ടുണ്ടാവും, പാട്ട് ത്രൂ നമ്മൾ ആ മൂവീസിനെ റെക്കഗ്നൈസ് ചെയ്യണം. ചിലപ്പോൾ വീഡിയോ പ്ലേ ചെയ്യും, അതും കണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് മോർ ടൈം, ലെറ്റ്സ് ഗോ അഹെഡ്. ഞാൻ തന്നെ ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. വരികയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് മറ്റേ പാത്രം നോക്കിക്കൊണ്ടേ താഴെ ഇടുന്നത്. പാത്രമല്ല, മറ്റേ ടീ കബോർഡ് എന്തായിട്ട് കിട്ടി വന്നായിരുന്നു. എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നോണ പറഞ്ഞു വട്ടന്മാരോട് നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ ഭ്രാന്തന്മാരും ഇപ്പറ്റിട്ട് ബിരിയാണി പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീ പോയി ഓടുന്നുണ്ടല്ലോ. അതെന്തിനാ? കല്യാണരാമ അല്ല, അതല്ല സിയാടി മൂസ. നെക്സ്റ്റ്. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മരടിച്ച് പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. ദിലീപ് ബസ് ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, സ്കോച്ചെടുത്തടിച്ച് വെളിവില്ലാതെ തലകയാണ് സിനിമ. ദിലീപേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും കൊച്ചിൻ അനീഫ ചേട്ടനും കൂടെ അഭിനയിച്ച അടിപൊളി ഒരു സിനിമ. എന്ത് കഷ്ടമാണപ്പോ സിനിമ. പേര് മൈൻഡിൽ വന്നിട്ട് പോയി. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. മല്ലയ്യ. ഓ മമ്മൂട്ടി മറ്റേ നിമ്മക്ക ഗൊത്തല്ല മകനെ അങ്ങനെ എന്തോ പറഞ്ഞ മല്ലയ്യാടാ. എവിടെയോ എല്ലാം അറിയാം, പെയിൻ മാത്രം കിട്ടുന്നില്ല. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് എനിക്ക് ലൈഫ് ലൈൻ വേണം, ഫോണെ ഫ്രണ്ട്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. വിയറ്റ്നാം കോളനി. പാട്ടിന്റെ ചാലഞ്ച് ചെയ്ത സമയത്ത് തേങ്ങ അത് കിട്ടണ്ടായിരുന്നില്ല. ഇപ്പൊ സിനിമയുടെ ആയപ്പോ അതും കിട്ടില്ല. ശരി, ഒരു ക്ലൂ തരുമോ? സിനിമയുടെ പേര് പറയും ചെയ്തു. നീ മുകില്ലേ? ഉയരെ ഉയരെ. സിനിമയുടെ പേര് കിട്ടുന്നില്ല. ലാലേട്ടനുണ്ട്, ഇന്നസെന്റ് ഉണ്ട്. ഇത് ആ മറ്റേ ആള് മറ്റേ ഒരു ചേച്ചി മീൻസ് ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോ അവരുടെ സൈഡിലുള്ള അഭിനയത്തിന്റെ സിനിമയല്ലേ? അതൊന്നും അല്ല, ഇത് ദിവ്യ ഉണ്ണി മോഹൻലാലുമാണ്. അയ്യന്റെ മോനെ. അല്ല അല്ല, ഞാൻ പറയാം. അതന്നെയാ ഞാൻ പറഞ്ഞ. മോഹൻലാൽ അപ്പുക്കുട്ടനായിട്ട് അഭിനയിക്കുന്നു, ആൽഫിയായിട്ട് അഭിനയിക്കുന്ന സിനിമ. എന്ത് കഷ്ടമാണ്, പേര് കിട്ടുന്നില്ല. ഗൈസ്, നിങ്ങൾ പേര് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ. എന്തോ എങ്ങനെ പക്ഷേ ഞങ്ങക്ക് കിട്ടുന്നില്ല. ചന്ദ്രലേഖ. ഓ എന്റെ അമ്മേ. ചില്ലയിൽ കുളിരിടും മസനോടി സിനിമയല്ല, സ്ഥലമാണ്. ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പരമേശ്വരം
പിന്നെയും കൊള്ളത്തില്ലായിരുന്നു അവിടെയല്ല. എന്താ മസനഗുഡി? കൃഷ്ണകുടി ഒരു കൃഷ്ണകുടിനെ മസന്റെ കൂടി ആക്കിയിരിക്കണം കൃഷ്ണഗിരിയല്ലേ? ഇപ്പൊ 2 ദിവസം പാലക്കാട് വരെ പോയി വന്നെ കൃഷ്ണഗിരി അല്ലേ അതിനുശേഷം ഇവിടേക്ക് എത്തിയിട്ടില്ലേ? അത്ര കോമ്പറ്റീവ് സോങ് എത്ര പറയേ പുതിയ സോങ് നീ പിക്ചർ കാണിക്കും അയലിന്റെ ആണ്. അയാളും ഞാനും തമ്മിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. വൈറസ് ഞാൻ ആദ്യം പറഞ്ഞ. 0.1 സെക്കൻഡ്സിന് ഈ കുട്ടി കൊണ്ടുവരുന്നു ഗൈസ്. ഓ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ കിട്ടണതല്ലേ സിനിമ. ഹിന്റ് ആണോ? ആമസോൺ പ്രൈമിലാണ്. അതാ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് എനിക്കറിയാം. ഇതിലാണ് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പോഴും കുട്ടി പാടി നടക്കുന്നത്. ഓക്കെ ഡെഡ് ബോഡി ഫ്രിഡ്ജ് കയറ്റിയൊക്കെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് പ്രാതം വരുന്ന സിനിമയല്ലേ? ശരി എന്ത് ഏതാണ് കോൾഡ് കേസ്. നീ ഫ്രിഡ്ജും പറഞ്ഞു ബോഡിയും പറഞ്ഞു പോലീസിനെയും കണ്ടു. ഫ്രിഡ്ജ് കോൾഡ്, പോലീസ് കേസ്, കോൾഡ് കേസ്. അമ്പട കേമാ സണ്ണിക്കുട്ട ഞാൻ കാര്യം ഇതിലാണ് തുള്ളി കളിക്കാൻ കുഞ്ഞി. ചാർലി. നീ ഇപ്പോടെ മനത്തിന് മോനെ തള്ളി. ഞാൻ തെറിച്ചു പോകണേ കഴിച്ച് കുട്ടിയായിട്ട് ഉത്തരവാദി തള്ളാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. CIA. കോമ്രേഡ് കോമ്രേഡ് ആയി കളി. നമ്മൾ ഫൈനലി മാച്ച് അപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇവരതൊന്നും അല്ലാതാക്കും. അടുത്ത 2-3 കൂടെ നമ്മൾ കപ്പ് അടിച്ചിട്ട് പോകുന്നത്. ഞാൻ ശരിക്കും സംസാ ഓം ശാന്തി ഓശാന. ഞാനാണ് ആദ്യം പറഞ്ഞത്. സെയിം ബട്ട് സെയിം ഒന്നുമില്ല. ഞാനാണ് 0.1 സെക്കൻഡ് ഞാനാണ്. അങ്ങനെ നീ ഓരോട് 0.1 സെക്കൻഡ്സ് ഉണ്ടാക്കണം. ഇഷ്ടംപോലെ 0.1 സെക്കൻഡ്സ് കൊണ്ടുപോകണ്ടില്ല ഗൈസ്. ശരിയല്ലല്ലോ, ഞാനല്ലേ പറഞ്ഞു. ഫാമിലി എടാ ഈ സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോ എന്റെ തലയുടെ മുകളിൽ ഇങ്ങനെ കാണിക്കണേ. അല്ല കെനോഫി ഒക്കെ തേജാബായി ആൻഡ് ഫാമിലി. മെയിൻ സിനിമയുടെ ക്യാരക്ടറിന്റെ പേര് തേജാബായി പ്ലസ് തേജാബായി. തേജാബായി ആൻഡ് ഫാമിലി. അപ്പൊ ഇത് 0.5 0.5 ഇല്ല. പോയിന്റ്സേ ഇല്ല. ഓക്കേ. അപ്പോൾ കഴിഞ്ഞു. പോയി. ഇത്രേ ഉള്ളൂ. ചിലപ്പോ ആരാ ജയിച്ച് അതാണ്. അതിന് ആദ്യം 3 വീഡിയോസ് ഇരുന്ന് കണ്ട് പോയിന്റ് ചെയ്തിട്ടാണ് ഡയറി ചെയ്യിപ്പോ. ഹലോ ഗൈസ്, സോ ഫൈനലി ചാലഞ്ച് ഈസ് ഡൺ. മാഡം ജയിച്ചിരിക്കുന്നു, ഞാൻ തോറ്റിരിക്കുന്നു. സംഗീ ബോസ് ഈയിടെയായിട്ട് നീതി പുലർത്തുന്നില്ല. ഇല്ല, എന്നാലും നല്ലൊരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് to this YouTube channel. Stay tuned for more videos. Adios amigos, good night. എന്തായാലും കൂടണുണ്ടോ? ഞാൻ പറഞ്ഞു. ആരും പറ്റില്ല. പറയാത്തോണ്ട് കൂടണം. ഇല്ല, പറ്റില്ല. എനിക്കൊരു point.